എന്തുവക പൊട്ടന്മാരൊക്കെയാണ്. ഈ ഞാൻ താഴത്ത് കൊടുത്തിരിക്കുന്ന ഈ ഫോട്ടോയിലുള്ള ആളിനെ അറിയാമല്ലോ. പുള്ളി പൊട്ടനെ പോലെയൊക്കെ അഭിനയിക്കും, പക്ഷേ പുള്ളി ഭയങ്കര ഒരു സംഭവമാണ്. പുള്ളി ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും മറ്റേ ലൈവൊക്കെ ചെയ്ത് ഭയങ്കര ഒരു 4.5 കോടിയോളം സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ആയിത്തീരണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുറേ മൈലേജ് ഇല്ലാത്ത മലയാളീസ് ഉണ്ടല്ലോ, ഈ ഊളകൾ. ഇതുങ്ങളുടെ പേരൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തൊപ്പിക്ക് പിന്നെയും ചെറുതായിട്ടൊക്കെ മൈലേജ് ഉണ്ടാവും, പിന്നെ കോവിഡ് സമയത്തൊക്കെ ആക്റ്റീവ് ആയിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈഗിൾ ഗെയിമിങ്ങും വലിയ കുഴപ്പമില്ല, അവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരാണ്. ഇപ്പോൾ കുറേ ഈ വാണങ്ങൾ കയറി വരുന്നുണ്ട്. ഇത് ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഷാജഹാൻ, കുഞ്ഞാമ്പാടി, പാണ്ടിക്കാട്, പിന്നെ മറ്റേ അൻഷിഫ്, മൂനിക്കലോ മൂഞ്ചിക്ക, എന്ത് വക ജന്മങ്ങളൊക്കെയാണ്. നിഷാൻ ഇതായി അതായി മറ്റേതായി ഇതായി, ഇത് സ്ക്രിപ്റ്റാണ്, അതല്ല, ഇത് സത്യമാണ്, അത് സത്യമാണ്, ഇത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ പപ്പറ എന്ന് പറഞ്ഞ് നടക്കുക, ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഈ ഇതുമാതിരിയുള്ള വേട്ടാവലിയന്മാർ കാരണമേ അവസാനം എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരോ നമ്മുടെ മൊത്തത്തിലുള്ള കേന്ദ്ര സർക്കാരോ ഇവരൊക്കെ വല്ലതും റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവരും. ഈ നല്ല ഗെയിമിങ്ങും മറ്റേ ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പണിയും കൂടെ വെള്ളത്തിലാവും. അതാണ് സംഭവിക്കുക. ഇവന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കണകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ സംഭവമായി മാറാം. നമുക്ക് കുറേ മറ്റേ ചാരിറ്റി പരിപാടി കാണിക്കുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, എന്ത് വക ജന്മങ്ങളൊക്കെയാണ്. അപ്പുറത്താണെങ്കിൽ വേറെ ഒരുത്തൻ എന്തുവാ മണവാളൻ, അവനാണെങ്കിൽ മറ്റേ റെസ്ലിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സംഭവമൊക്കെ കാണിച്ച് എന്ത് വക ജന്മങ്ങളൊക്കെയാണെന്ന്. പണിയെടുക്കാതെ തിന്നുക എന്നുള്ളതാണ് നമ്മുടെ മലയാളീസിന് പണ്ട് മുതലേ ഉള്ളൊരു സൊക്കേടാ. ഈ മറ്റേ നോക്കുകൂലി, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ നോക്കുകൂലി എന്ന് പറയുന്ന പരിപാടി. ആ പരിപാടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യുവമാരെയൊക്കെ കാണുമ്പോൾ ഇവന്മാർക്കൊന്നും ഒരു മാറ്റം സംഭവിച്ചില്ലല്ലോ. നല്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇങ്ങനെ ചെത്തിയും എനിക്ക് ഇങ്ങനെ നടക്കണം, അല്ലാതെ പണിയെടുക്കാൻ പറ്റില്ല. പണിയെടുത്ത് ജീവിക്കടേ. ഈ മറ്റേ സീക്രട്ട് എന്നെയും അവരെവരെയൊക്കെ നോക്കിയിട്ടേ അവരൊക്കെ സക്സസ് ആയെന്ന് പറഞ്ഞാൽ 2020, 17, 18, 19 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 സമയത്താണ് അവരൊക്കെ ഒന്ന് പച്ച പിടിച്ചത്. ഇന്നലെ 2024 വന്നിട്ട് അല്ലെങ്കിൽ 25 സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഞാനങ്ങ് തൊപ്പിയെ പോലെ ആവണം, അവൻ്റെ അപ്പിയെ പോലെ ആവണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ്. ഈ മണ്ടന്മാരാണെന്ന്, മണ്ടന്മാർ. തലയ്ക്കകത്ത് ഒരു മറ്റേ കളിമണ്ണ് ഉണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും ആൾക്കാർ ചിന്തിക്കും. പിന്നെ അതിനെ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ ഒരുത്തൻ, അത് സ്ക്രിപ്റ്റ് അല്ലെന്ന് പറയാൻ വേറെ ഒരുത്തൻ, ഇത് പൊളിച്ച് കളയാൻ ഒരുത്തൻ. അപ്പോൾ അത് കണ്ട് ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എൻ്റെ ദൈവം, ഇവന്മാർക്ക് സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് മറ്റുള്ളവൻ്റെ കൂടെ കഞ്ഞികൂടി മുട്ടിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ഒരു അജണ്ട.